ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കൊരു വിഷ്വലി പ്ലീസിംഗ് ഇല്ലാത്തത് പലതും വരുന്നത്. ഇപ്പോൾ സിമെട്രിക്കൽ ബാലൻസ്, അസിമെട്രിക്കൽ ബാലൻസ്, റേഡിയൽ ബാലൻസ്, ഈ ബാലൻസ് ഒരു സുഖം കിട്ടണില്ല എന്ന് പറയുന്നത് ഇത്തരം ബാലൻസുകൾ ചെയ്യാത്തതുകൊണ്ടാണ്. ഈ കളർ കോമ്പിനേഷൻ നോക്കാൻ ആളുകൾക്ക് അറിയില്ല. പൊതുവെ ഒരു കളർ വീൽ എടുത്തു വെച്ചിട്ട് ഈ കളറുകൾ തമ്മിൽ ജോയിന്റ് ആവുന്നത്, ഏത് കളറാണ് കോൺട്രാസ്റ്റ് ആവുന്നത്, ഏത് കളറാണ് നന്നാവുന്നത്. ഇപ്പോൾ ഒരു സോഫ ഇടുമ്പോൾ ഏതാണ് വോളിന്റെ കളർ, അപ്പം ഞങ്ങൾ അതിന്റെ കോൺട്രാസ്റ്റ് കൊടുക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതവിടെ പ്രൊജക്ട് ചെയ്ത് നിന്നാലാണ്, അത് എംഫസൈസ് ചെയ്താലാണ് ആ വീട്ടിൽ ആ സോഫ ഇട്ട ഫീൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കും. അത് പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഫർണിച്ചർ കൊടുക്കുന്ന സമയങ്ങളിൽ തന്നെ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കളർ സ്പേസ് വിടാൻ പറയാറുണ്ട്. വീട് മുഴുവൻ ഫർണിച്ചർ ഇട്ട വീടിന്റെ ഭംഗി പോയി. ഞങ്ങൾ ഫർണിച്ചർ വെക്കുന്നതാണ്, ഞങ്ങൾക്ക് അത് ലാഭമൊക്കെ ഉണ്ടാവും, പക്ഷെ ആ വീടിന്റെ ഭംഗി അതോടെ പോകും. എവിടെ നിന്ന് എടുത്തെന്ന് ചോദിക്കുമ്പോൾ ഐഫൈ എന്നാണെന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റുകൾ ആ വീട്ടിലേക്ക് അനുയോജ്യം അല്ലെങ്കിൽ നമുക്ക് എന്താ കാര്യമുള്ളത്? പൈസ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അടുത്തൊരാൾ എടുക്കണമെങ്കിൽ കുറച്ച് സ്പേസ് ഒഴിച്ചിടാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്.